കശ്മീരിലെ പുൽവാമയിൽ ഭീകരവാദികളുടെ ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച ധീരജവാൻ ഹവിൽദാർ വസന്തകുമാറിന് ജന്മനാടിന്റെ അന്ത്യാഞ്ജലി. ഉച്ചയ്ക്ക് ശേഷം കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിയ മൃതദേഹം വൈകിട്ട് 6 മണിയോടെയാണ് വസന്തകുമാറിന്റെ പൂക്കോട്ടുള്ള വീട്ടിലെത്തിച്ചത്. ബന്ധുക്കളും പ്രദേശവാസികളും ജനപ്രതിനിധികളുമടക്കം 100 കണക്കിന് പേരാണ് വസന്തകുമാറിന് അന്ത്യോപചാരം അർപ്പിക്കുന്നതിനായി കാത്തുനിന്നത്. മന്ത്രിമാരായ കടന്നപ്പള്ളി രാമചന്ദ്രൻ, AK ശശീന്ദ്രൻ, MK രാഘവൻ MP തുടങ്ങിയവർ നേരത്തെ തന്നെ വസന്തകുമാറിന്റെ വീട്ടിലെത്തിയിരുന്നു. CRPF പ്രിൻസിപ്പൽ MJ വിജയന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മൃതദേഹം കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്നും ഏറ്റുവാങ്ങി വയനാടെത്തിച്ചത്. കണ്ണൂർ പെരിങ്ങളം ട്രെയിനിംഗ് സെന്ററിൽ നിന്നും CRPF ജവാന്മാരും വസന്തകുമാറിന്റെ വീട്ടിലെത്തിയിരുന്നു. 6 മണിയോടെ മൃതദേഹം വീട്ടിലെത്തിയപ്പോൾ അമർ ജവാൻ വസന്തകുമാർ കി ജയ് എന്ന് ഉയർന്നു കേട്ട ആരവത്തിനിടയിലൂടെ ആദ്യം വീടുകളിലേക്ക്. ആദ്യം വസന്തകുമാറിനെ കാണാനെത്തിയത് അമ്മ ശാന്തിയായിരുന്നു. നൊമ്പരം താങ്ങാനാവാതെ അലറിക്കരഞ്ഞ് അമ്മ ശാന്തിയെ താങ്ങിപ്പിടിച്ച് മാറ്റിയ ശേഷമാണ് മക്കളായ അനാമികയും അമർദീപും പിതാവിനെ കാണാനെത്തിയത്. എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോഴും പൂർണ്ണമായും നിശ്ചയമില്ലാത്ത 8 വയസ്സുകാരിയും 6 വയസ്സുകാരനും വീട്ടിലെത്തിയവരുടെ കണ്ണു നിറച്ചു. പിന്നീടായിരുന്നു വസന്തകുമാറിന്റെ ഭാര്യ ഷീന പ്രിയതമനെ ഒരു നോക്ക് കാണാനെത്തിയത്. കരഞ്ഞു തളർന്ന ഷീനയുടെ മുഖം കാണാനാവാതെ പലരും വിങ്ങിപ്പൊട്ടി. പിന്നീട് വസന്തകുമാറിന്റെ മൃതദേഹം വീടിന്റെ ഉമ്മറത്ത് പൊതുദർശനത്തിന് വെച്ചു. ഒരാഴ്ച മുമ്പ് യാത്ര പറഞ്ഞു പോയ വസന്തകുമാറിന്റെ ഭൗതിക ശരീരം കാണാൻ അയൽവാസികളും ബന്ധുക്കളും ഏറെ നൊമ്പരത്തോടെയാണ് എത്തിയത്. അരമണിക്കൂറിന് ശേഷം 7 മണിയോടെയാണ് ലക്കിടി LP സ്കൂളിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചത്. ആയിരക്കണക്കിന് ആളുകളാണ് വസന്തകുമാറിനെ ഒരു നോക്ക് കാണുവാൻ ലക്കിടിയിൽ നേരത്തെ മുതൽ തന്നെ കാത്തുനിന്നിരുന്നത്. കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനമടക്കം ലക്കിടിയിലെത്തിയിരുന്നു. 7:20ഓടെ വൈത്തിരിയിലെ പൊതുദർശനം അവസാനിപ്പിച്ച് തൃക്കിപ്പറ്റയിലേക്ക് കൊണ്ടുപോയി. രാത്രി 9:30ഓടെ സംസ്കാര ചടങ്ങുകൾ നടന്നു. തൃക്കിപ്പറ്റ വാഴക്കുണ്ടിയിലെ തറവാട് ശ്മശാനത്തിൽ രാജ്യത്തിന്റെ മകന് അന്ത്യവിശ്രമം ഒരുങ്ങി. രാജ്യത്തിനു വേണ്ടി വീരമൃത്യു വരിച്ച ധീരജവാൻ ഹവിൽദാർ വസന്തകുമാറിന് 1000 ധീരാഞ്ജലികൾ.